അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, താരീഖിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പൊതുപരീക്ഷ വളരെ അടുത്തെത്തിയ ഒരു സമയത്താണ് നാം ഉള്ളത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് തന്നെ പൊതുപരീക്ഷയ്ക്കുള്ള പഠനം നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ വിഷയങ്ങളുടെയും ഓരോ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. കിതാബ് താരീഖിൽ ആദ്യ പാഠം പ്രതിരോധ സമരങ്ങൾ എന്നുള്ളതാണ്. സമാധാനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. അത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യണം. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? സമാധാനം സ്ഥാപിക്കലാണ്. യുദ്ധത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്. അപ്പോൾ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത്. എന്നാൽ മദീനയിലും ശത്രുക്കൾ അവർക്ക് സ്വസ്ഥത നൽകിയില്ല. പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച മറ്റു സഹാബികളെയും ഒക്കെ മക്കയിലുള്ള ആളുകൾ വല്ലാതെ ഉപദ്രവിച്ചു. അങ്ങനെ അവരുടെ ഉപദ്രവം കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തനബി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് ഹിജറ പോകുന്നത്. എന്നാലും മദീനയിലെത്തിയപ്പോൾ ഈ ശത്രുക്കൾ അടങ്ങിയിരുന്നു? അതുമില്ല. അവിടെയും അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. മദീനയിലെ യഹൂദികളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളെ ഉപദേശിച്ചു. അവസാനം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുവാദം നൽകി. അള്ളാഹു പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആയത്താണ് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുവാദം നൽകുന്ന ആയത്ത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അപ്പോൾ ഈ ഒരു കൽപ്പന വന്നതിന് ശേഷം, അള്ളാഹുവിന്റെ ഓർഡർ വന്നതിന് ശേഷമാണ് മുസ്ലിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ക്ഷമിച്ച് സഹിച്ച് നിലകൊള്ളുകയാണ് ഉണ്ടായത്. നിശ്ചയം അല്ലാഹു മുസ്ലിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും അല്ലാത്തവക്ക് സരിയത്ത് എന്നും പറയുന്നു. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. മുത്തുനബി സംബന്ധിച്ച പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും അല്ലാത്തവക്ക് സരിയത്ത് എന്നും പറയും. ഉത്തരം പറയാം. ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? സമാധാനം സ്ഥാപിക്കലാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. അടുത്തത് 2ാമത്തെ ചോദ്യം, ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത്? ഇവിടെ 1ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ്? അത് നമ്മളിവിടെ 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ? അവസാന പാരഗ്രാഫിൽ പറഞ്ഞു, ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. ഗസ്വത്ത് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും അല്ലാത്തവക്ക് സരിയത്ത് എന്നും പറയുന്നു. അപ്പൊ ഗസ്വത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്ന് പറയും. ഇനി പൂരിപ്പിക്കാം. ഉദിന ലില്ലദീന, ആ സമ്മതം നൽകിയ ആയത്താണ് യുദ്ധത്തെ. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അപ്പോഴാണ് ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള സെന്റൻസ് നമുക്ക് ഓർമ്മ വരികയുള്ളൂ.
ഇനി രണ്ടാമത്തെ പാഠം ബദർ, സത്യവിശ്വാസത്തിന്റെ വിജയം. പരിശുദ്ധമായ ഇസ്ലാമിലെ പ്രഥമ പോരാട്ടമാണ് ബദർ. ആ ബദറിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ, ഈ ഗോത്രങ്ങളുടെ പേരുകൾ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ എന്നിവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കരാറുണ്ടാക്കി. മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു. അവർ മക്ക മുശ്രിക്കുകളെ സഹായിച്ചു. ഒരു ഉടമ്പടി ചെയ്താൽ, ഒരു കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ടാൽ പിന്നെ അത് ലംഘിക്കൽ അത് വലിയ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ യഹൂദികൾ എന്ത് ചെയ്തു? മദീനയിലെ യഹൂദികൾ ആ കരാർ ലംഘിച്ചു. അവര് മക്ക മുശ്രിക്കുകളെ സഹായിച്ചു. ഹിജ്റ 2-ാം വർഷം റമദാനിൽ മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് ഒരു യുദ്ധം നടന്നു. മുസ്ലിങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. അബൂജഹലിന്റെ നിർബന്ധമായിരുന്നു. മക്ക മുശ്രിക്കുകളുടെ തലവന്മാരായ അബൂജഹലിനെ പോലത്തെ ഉന്നതരായ ആളുകളുടെ ഒരു നിർബന്ധം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബദർ അവിടെ ഉണ്ടായത്. മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം. നല്ല ഉറച്ച ഈമാനായിരുന്നു മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആയുധം. അർപ്പണബോധത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സഹാബികളും സമരസന്നദ്ധരായി. 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ 313ഓളം വരുന്ന സഹാബികൾക്ക് ആകെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എത്രയാ? 3 കുതിരകളുണ്ട്, 70 ഒട്ടകങ്ങളുണ്ട്, 6 പടയങ്കികളും. ഇത് വിദ്യാർത്ഥികൾ ഓർത്തു വെക്കണം. ശക്തരായ 1000ഓളം ഖുറൈശി യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരന്നു. അവർക്ക് 200 കുതിരകളും 700 ഒട്ടകങ്ങളും 600 അങ്കികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾബലത്തിലും ആയുധബലത്തിലുമൊക്കെ ആരാണ് മുൻപന്തിയിലുള്ളത്? ശത്രുക്കളാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ വളരെ ആൾബലം കുറവാണ്, ആയുധബലവും വളരെ കുറവാണ്. അതും റമദാൻ മാസത്തിലാണ്, നോമ്പുകാരാണ്. അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. ശത്രുപക്ഷത്ത് നിന്ന് അബൂജഹൽ ഉൾപ്പെടെ 70 പേര് കൊല്ലപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് 70 പേര് കൊല്ലപ്പെട്ടു. അത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. സഹാബികളിൽ നിന്ന് 14 പേർ ഷഹീദായി. അപ്പോ ശത്രുക്കളിൽ നിന്ന് 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് തടവിലാക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ നിന്ന് 14 സഹാബികൾ ഷഹീദായി. ഈ കണക്കുകളൊക്കെ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. ശത്രുക്കളിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിങ്ങൾ തടവിലാക്കി. അവരെ മോചിപ്പിക്കാനുള്ള കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു? ധനികരായ ആളുകൾ ധനം കൊടുത്ത് അവര് സ്വയം മോചിതരായി. ദരിദ്രരിൽ ചിലർ മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി. ഉത്തരം പറയാം. മദീനയിലെ ജൂതഗോത്രങ്ങളേവ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഇതാണ് മദീനയിലെ ജൂതഗോത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുമായി ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു? അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാറ്. ആ കരാറാണ് പിന്നീട് അവർ ലംഘിച്ചത്. ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു? ഏത് മാസമാണ് ബദർ യുദ്ധം നടന്നത്? ഏത് മാസമാണ് ബദർ യുദ്ധം നടന്നത്? 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഹിജ്റ 2-ാം വർഷം റമളാനിൽ മുസ്ലിങ്ങളും മക്കാ മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് ഒരു യുദ്ധം നടന്നു. അപ്പോൾ ഹിജ്റ 2-ാം വർഷം റമളാൻ മാസത്തിൽ. ഇനി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വളരെ കുറഞ്ഞ ആയുധങ്ങളാണ് മുസ്ലിങ്ങൾക്കുള്ളത്. 313 സഹാബികൾ സമരസന്നദ്ധരായി. അതിനുശേഷം പറയുന്നു 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമാണ് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. ബദറിൽ ഷഹീദായവർ എത്രയാണ്? 14 സഹാബികൾ ഷഹീദായി. ദരിദ്രരായ തടവുകാർ മോചനം നേടിയതെങ്ങനെ? ഇവിടെ ലാസ്റ്റ് പറഞ്ഞു, മദീനയിലെ 10 വീതം ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലാണ് അവർ മോചനം നേടിയത്. ഇനി ബദറിൽ സംബന്ധിച്ച സഹാബികളാരും നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശക്തരായ 1000ഓളം ഖുറൈശി യോദ്ധാക്കൾ അണിനിരന്നു. അപ്പോൾ ഈ പൂരിപ്പിക്കാം, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നമുക്ക് അത് കിട്ടണമെങ്കിൽ നിർബന്ധമായും വിദ്യാർത്ഥികൾ പാഠങ്ങൾ വായിക്കണം. ഇവിടെ പട്ടിക തയ്യാറാക്കുക. എണ്ണം സഹാബികൾ എത്രയാണ്? 313. കുതിരകൾ എത്രയാണ്? 3. ഒട്ടകങ്ങൾ എത്ര? അങ്കികൾ എത്ര? അങ്ങനെ ശത്രുപക്ഷത്ത് എത്രയാണ്? ആ കണക്കുകൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അടുത്തത് അദ്ദർസു സാലിസ്,
മൂന്നാമത്തെ പാഠം ഉഹദ് നൽകിയ പാഠം. പരിശുദ്ധമായ ബദറിന് ശേഷം രണ്ടാമത് അരങ്ങേറിയ യുദ്ധമാണ് ഉഹദ്. ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ചു വന്നു. 3000 യോദ്ധാക്കളും 15 സ്ത്രീകളും 200 കുതിരകളും 300 ഒട്ടകങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ശത്രുപക്ഷം. അപ്പോൾ ശത്രുപക്ഷത്ത് എപ്പോഴും ആയുധബലവും ആൾബലവും ഒക്കെ എത്രയോ അധികമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ വിജയം അത് അള്ളാഹുവിലുള്ള അർപ്പണബോധം, അങ്ങേയറ്റത്തെ അടിയുറച്ച വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക് എപ്പോഴും വിജയം നൽകിയിട്ടുള്ളത്. മുസ്ലിം പക്ഷത്ത് 1000 പേർ ഉണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് 300 പേരും അടങ്ങി. അവർ മുനാഫിക്കുകളായിരുന്നു. ഉഹദ് പർവ്വതത്തിന്റെ സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു. അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിന്മേൽ വിന്യസിച്ചു. പിന്നിൽ കൂടി വരുന്നവരെ തടയാനായിരുന്നു ഇത്. ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. യുദ്ധം ശക്തിയായി. ശത്രുക്കൾ ഭയന്നോടി. ഈ അവസരത്തിൽ മുസ്ലിങ്ങൾ ഗനീമത്തുകൾ ശേഖരിച്ചു തുടങ്ങി. എന്താണ് ഗനീമത്ത് എന്ന് പറഞ്ഞാല്? യുദ്ധത്തിൽ അവരിട്ടേച്ചു പോകുന്ന, ഈ ശത്രുക്കൾ ഇട്ടേച്ചു പോകുന്ന സ്വത്തിനാണ് ഗനീമത്ത് എന്ന് പറയാ. അത് പിന്നെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടുന്നതാണ്. ആ ഗനീമത്ത് സ്വത്തുകൾ ശേഖരിക്കാൻ തുടങ്ങി. അത് കണ്ട ജബലുർ റുമാത്തിലുള്ള ചിലർ താഴെ ഇറങ്ങി. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50ഓളം ആളുകളെ, അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50ഓളം ആളുകളെ ജബലുർ റുമാത്തിന്റെ മുകളിൽ വിന്യസിച്ചു എന്ന് പറഞ്ഞല്ലോ. അവര് താഴെ മറ്റുള്ള സഹാബികൾ ഈ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ ശേഖരിക്കുന്നത് കണ്ടപ്പോ യുദ്ധമൊക്കെ അവസാനിച്ചു, ശത്രുക്കളൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് താഴെ ഇറങ്ങി. നബി തങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം കിട്ടാതെ നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ താഴെ ഇറങ്ങി. ഈ അവസരത്തിൽ ശത്രുക്കൾ കുന്നിന്മേൽ കയറി ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തി. മുസ്ലിങ്ങൾ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു. മുസ്ലിങ്ങൾ അത് കേട്ട് പരിഭ്രമിച്ചു. ചിലർ ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ഓടിപ്പോയവരെല്ലാം ഒത്തുകൂടി ഒരു ഘോര സമരം നടത്തി വിജയിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നിർദ്ദേശം പാലിക്കുന്നതിൽ സഹാബികൾക്ക് ഒരു ചെറിയ വീഴ്ച പറ്റി. ജബലുർ റുമാത്തിൽ നിർത്തിയവർ അവർ ഈ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നത് കണ്ടപ്പോൾ താഴെ ഇറങ്ങി വന്നതാണ് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട ഒരു ചെറിയ പ്രയാസത്തിന് കാരണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സഹാബികൾ ഉഹദിൽ ഷഹീദായി. അപ്പോൾ ഉഹദിൽ എത്ര ആളുകൾ ഷഹീദായി? 70ഓളം ആളുകൾ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ശത്രുക്കളിൽ നിന്ന് 23 പേര് കൊല്ലപ്പെട്ടു. ഹിജ്റ 3-ാം വർഷം ഷവ്വാൽ മാസം 15-നാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായ വർഷങ്ങൾ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. എത്ര ആളുകളാണ് ഷഹീദായത്? മുസ്ലിം ഭാഗത്ത് നിന്ന് എത്ര ആളുകൾ ഷഹീദായി? ശത്രുപക്ഷത്ത് നിന്ന് എത്ര ആളുകൾ കൊല്ലപ്പെട്ടു? ഇതെല്ലാം വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. ഉത്തരം പറയാം. ഉഹദ് യുദ്ധമുണ്ടായ വർഷം ഏത്? നമ്മൾ അവസാനം പറഞ്ഞു, ഹിജ്റ 3-ാം വർഷം ഷവ്വാൽ മാസം 15-നാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. ജബലുർ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ചില ആളുകളെ ജബലുർ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയല്ലോ. 3-ാം പാരഗ്രാഫിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുഖസാദൃശ്യത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശത്രു കൊലപ്പെടുത്തിയപ്പോൾ ഞാൻ മുഹമ്മദിനെ കൊലപ്പെടുത്തി എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഇനി അടുത്തത്, കൊലയാളി വിളിച്ചു പറഞ്ഞു എന്ത്? ഞാൻ മുഹമ്മദിനെ, നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാണ് ആ കൊലയാളി വിളിച്ചു പറഞ്ഞത്. ഉഹദിൽ ഷഹീദായവർ എത്രയാണ്? 70 സഹാബികൾ ഷഹീദായി. ഇനി അടുത്ത പാഠം മദ്റസുർ റാബി, കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച യുദ്ധം. അതിനെക്കുറിച്ചാണ് ഈ 4-ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഖുറൈശികളും ഗത്ഫാൻ ഗോത്രക്കാരും സംഘടിച്ച് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. യഹൂദികളായിരുന്നു ഇതിന് പ്രേരകം, കാരണക്കാർ. ഹിജ്റ 5-ാം വർഷം ഷവ്വാലിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 പേർ അടങ്ങുന്ന ഒരു സേനയും ഗത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളുമായി ആലോചന നടത്തി. മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ ഒരു വലിയ കിടങ്ങ് കീറി ഉപരോധിക്കാൻ തീരുമാനിച്ചു. കിടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കനാല് പോലെ ഇങ്ങനെ കീറുക, ശത്രുക്കൾക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ തോട്, വലിയ രൂപത്തിൽ കീറുക, അതിനാണ് കിടങ്ങ് എന്ന് പറയാ. അങ്ങനെ മദീനയിലേക്കുള്ള പ്രവേശന ഭാഗത്തൊക്കെ അതിർത്തികളിലൊക്കെ വലിയ കിടങ്ങുകൾ കീറി ഉപരോധിക്കാൻ തീരുമാനിച്ചു.
ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം വീതിയും ആഴവുമുള്ളതായിരുന്നു കിടങ്ങ്. കിടങ്ങ് കാരണം ഈ യുദ്ധത്തിന് ഖന്തഖ് യുദ്ധം എന്ന് പറയുന്നു. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്നും പേരുണ്ട്. അപ്പൊ ഖന്തഖ് യുദ്ധം എന്ന് പറഞ്ഞാലും അഹ്സാബ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ യുദ്ധമാണ് എന്ന് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കൊണ്ടായിരുന്നു സഹാബികൾ കിടങ്ങ് കയറിയിരുന്നത്. അവർ 3000 പേരുണ്ടായിരുന്നു. കിടങ്ങ് കണ്ട് ശത്രുക്കൾ അന്താളിച്ചു. അവർക്കത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇരു സൈന്യങ്ങളും തമ്മിൽ അമ്പ് യുദ്ധം നടന്നു. ശത്രുക്കൾ 15 ദിവസം മദീനയെ വളഞ്ഞു. മുസ്ലിങ്ങൾ പ്രയാസത്തിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു. ഉടനെ ഒരു കൊടുങ്കാറ്റടിച്ചു. അവരുടെ തമ്പുകൾ കടപുഴകി വീണു. അള്ളാഹു അവരിൽ ഒരു ഭയം ഇറക്കി. അതോടെ അവർ ഓടി രക്ഷപ്പെട്ടു. അവരുടെ ഐക്യം ഛിന്ന ഭിന്നമായി. ഇതാണ് ഖന്തഖ് യുദ്ധം. അപ്പോൾ ചുരുക്കത്തിൽ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്ന ശത്രുക്കൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളിൽ കിടങ്ങു കയറിക്കൊണ്ട് അവരെ പ്രതിരോധിച്ച യുദ്ധമാണ് ഖന്തഖ് യുദ്ധം. അതിന് അഹ്സാബ് എന്നും പേരുണ്ട്. ഇവിടെ ഉത്തരം പറയാം. മദീനയിൽ കിടങ്ങു കയറാൻ കാരണം എന്താണ് കിടങ്ങു കയറാൻ കാരണം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഹിജ്റ 5-ാം വർഷം ഷവ്വാലിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 പേർ അടങ്ങുന്ന ഒരു സൈന്യം, അത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്, ആ ശത്രു സൈന്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കിടങ്ങ് കയറിയത്. ഇനി ഖന്തഖിന് അഹ്സാബ് യുദ്ധം എന്ന് പറയാൻ കാരണം എന്താ? ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഈ യുദ്ധത്തിന് അഹ്സാബ് എന്നും പേരുണ്ട്. കിടങ്ങ് മുറിച്ചു കടക്കാൻ കഴിയാതെ വന്നപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു? പിന്നെ അവർ അമ്പെയ്ത്ത് നടത്തി യുദ്ധം ചെയ്തു. കിടങ്ങ് കയറുന്ന സഹാബികൾ എത്ര പേരുണ്ടായിരുന്നു? 3000 സഹാബികൾ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാലും കരാർ, ഉടമ്പടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും നടത്തിയ ആ ഒരു കരാർ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു. ഈ ഹിജ്റ വർഷക്കണക്കും മറ്റും എല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധയിൽ നിർബന്ധമായും വെക്കേണ്ടതുണ്ട്. 1400 സഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു. ദുൽഹുലൈഫയിൽ വെച്ച് അവർ ഉംറക്ക് ഇഹ്റാം ചെയ്തു. എന്നാൽ മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നത് തടയാനായിരുന്നു ഖുറൈശികളുടെ തീരുമാനം. നബിയും സഹാബികളും മക്കയിൽ നിന്ന് 50 മൈൽ അകലെയുള്ള ഹുദൈബിയയിൽ ഇറങ്ങി. ഉംറ നിർവഹിക്കാൻ വന്നവരാണവർ, മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് ഖുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ചു. ഖുറൈശികൾ പറഞ്ഞു, നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുന്നില്ല എന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ തടഞ്ഞു വെച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഇതിന് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ബൈഅത്തുർ റിദ്വാൻ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്ത കരാറിനാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. സഹാബികളുടെ പ്രതിജ്ഞ ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയച്ചു. മാത്രമല്ല സന്ധി സംഭാഷണത്തിന് തയ്യാറാവുകയും ചെയ്തു. മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്. ഇനി എന്തൊക്കെയാണ് കരാറിലുള്ള ഉടമ്പടികൾ? എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? എന്തൊക്കെയാണ്? മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പര യുദ്ധം പാടില്ല എന്നിവ സന്ധി വ്യവസ്ഥകളിൽ പെട്ടതാണ്. അതനുസരിച്ചു അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ നിർവഹിച്ചു. ഇതിന് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നബി തങ്ങൾ വന്ന് ആ വർഷം ഉംറ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ആ കരാർ അനുസരിച്ച് അടുത്ത വർഷം വന്നിട്ടാണ് ഉംറ ചെയ്തത്. അതിന് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. അത് കാരണമായി നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹുദൈബിയയിൽ വെച്ച് നടന്ന ഈ ഒരു കരാർ, അതുകൊണ്ടാണ് ഇതിനെ ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തായിരുന്നു ഉദ്ദേശം? ഉംറ ചെയ്യലായിരുന്നു ഉദ്ദേശം. അവർ ഇഹ്റാം ചെയ്തത് എവിടെ വെച്ചാണ്? ദുൽഹുലൈഫയിൽ വെച്ചാണ് അവർ ഉംറക്ക് ഇഹ്റാം ചെയ്തത്. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കില്ല എന്ന് ആരോട് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചത്. ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്താ?
നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ശത്രുക്കൾ പ്രചരിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് നബി തങ്ങളോട് പറഞ്ഞു, അവരോട് മരണം വരെ പോരാടുമെന്ന് ഉള്ള ഒരു കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചെയ്തു. ഇതിനാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു ഇതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറനുസരിച്ച് അടുത്ത വർഷമാണ് ഉംറ ചെയ്തത്, അതുകൊണ്ട് അതിന് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു. ഇനി അടുത്തത് ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ ഹുദൈബിയ കരാറിൽ നടന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഇവിടെ രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പര യുദ്ധം പാടില്ല. ഇതൊക്കെയാണ് ആ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ. ഇനി അടുത്തത് അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം, ഖൈബർ ഉപരോധം. മദീനയിൽ പരിശുദ്ധ ഇസ്ലാം പുരോഗതി നേടുകയായിരുന്നു. എന്നാൽ ശത്രുക്കൾ ഇസ്ലാമിനും മദീനക്കുമെതിരെയുള്ള ശല്യം തുടർന്നുകൊണ്ടിരുന്നു. മദീനയുടെയും ഷാമിന്റെയും ഇടയിലുള്ള ഖൈബർ എന്ന പ്രദേശത്ത് യഹൂദികളായിരുന്നു താമസിച്ചിരുന്നത്. അവർ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു. അവരുടെ ശല്യം അസഹ്യമായപ്പോൾ 200 കുതിരപ്പടയാളികളടക്കം 1600 സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ ഓരോ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴും നമുക്ക് കൃത്യമായി മനസ്സിലാകും, ശത്രുക്കളായ ആളുകൾ ഇങ്ങോട്ട് മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും തിരിച്ചടിച്ചിട്ടുള്ളത്. ഇവിടെ ഖൈബറിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു ഈ ഖൈബർ യുദ്ധം. രാത്രിയിലാണ് അവർ ഖൈബറിലെത്തിയത്. പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും കണ്ട യഹൂദികൾ പരിഭ്രാന്തരായി അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അമ്പെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ യഹൂദികൾ പരാജയപ്പെട്ടു. അവരിൽ നിന്ന് 93 പേര് കൊല്ലപ്പെട്ടു. സഹാബികളിൽ നിന്ന് 15 പേർ ഷഹീദായി. ഖൈബറിൽ നിന്ന് ധാരാളം ഗനീമത്ത് ലഭിക്കുകയുണ്ടായി. എന്താണ് ഗനീമത്ത് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു. ഇതാണ് ഖൈബർ ഉപരോധം. അപ്പോൾ ഖൈബറിലും ഇസ്ലാമിന് വിജയം ഉണ്ടായിട്ടുണ്ട്. ഖൈബറിൽ താമസിച്ചത് ആരായിരുന്നു? യഹൂദികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഖൈബറിലേക്ക് പുറപ്പെടാൻ കാരണം എന്താണ്? നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അവർ ഈ ഖൈബറിൽ താമസിച്ചിരുന്ന യഹൂദികൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ ശല്യം അസഹ്യമായപ്പോ അവരെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 200 കുതിരപ്പടയാളികളടക്കം 1600 സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദികൾ എന്ത് ചെയ്തു? അവർ അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അവർ അമ്പെയ്ത്ത് തുടങ്ങി. ഖൈബറിൽ ഷഹീദായവർ എത്ര? ഖൈബർ യുദ്ധത്തിൽ എത്ര ആളുകളാണ് ഷഹീദായത്? സഹാബികളിൽ നിന്ന് 15 പേരാണ് ഖൈബറിൽ ഷഹീദായത്. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ എത്രയാണ്? യഹൂദികളിൽ നിന്ന് 93 ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പൊ ശത്രുക്കളിൽ നിന്ന് 93ഉം സഹാബികളിൽ 15 പേരും ആണ് ഖൈബറിൽ വിട പറഞ്ഞത്. ഇവിടെയൊക്കെ ഈ പൂർത്തിയാക്കാം എന്നുള്ള ഭാഗമൊക്കെ വിദ്യാർത്ഥികൾ പാഠം വായിച്ച് അവിടെ കൃത്യമായി എഴുതി കൊടുക്കണം. പല വിദ്യാർത്ഥികളും ഒരു പക്ഷെ ആശയം അറിയാം, എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ മാർക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അതുകൊണ്ട് ഈ വിട്ട ഭാഗങ്ങളൊക്കെ എഴുതിയും പരിശീലിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്തത് അദ്റസു സാബിയ, 7ാമത്തെ പാഠം, മക്ക വിജയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും മക്കയിൽ നിന്ന്, മക്ക എന്ന് പറഞ്ഞാൽ മുത്തുനബി ജനിച്ച നാടാണ്, പക്ഷേ ഈ ഖുറൈശികളുടെ അക്രമം സഹിക്കവയ്യാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പക്ഷേ വീണ്ടും മക്കയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ആ മക്ക കീഴടക്കിക്കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. അതാണ് മക്ക വിജയം. പിറന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിച്ചെത്തിയ ദിവസം, മുശ്രിക്കുകളുടെ അധീനതയിൽ നിന്ന് പരിശുദ്ധ കഅബ മോചിതമായ ദിവസം, മക്ക വിജയത്തിന്റെ പ്രത്യേകതയാണിത്. അപ്പോൾ മക്ക വിജയ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, പിറന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിച്ചെത്തിയ ദിവസമാണ്. അതുപോലെ മുശ്രിക്കുകളുടെ അധീനതയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിൽ നിന്ന് പരിശുദ്ധ കഅബ മോചിതമായ ദിവസം. ഹിജ്റ 8-ാം വർഷം റമളാനിലായിരുന്നു ആ സംഭവം. അപ്പോൾ മക്ക വിജയം നടന്നത് എന്നാണ്? ഹിജ്റ 8-ാം വർഷം റമളാനിലായിരുന്നു മക്ക വിജയം. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ഖുസാഅ ഗോത്രക്കാരും
ഖുറൈശികളുടെ സഖ്യകക്ഷിയായ ബനൂ ബക്കർ ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിന് എതിരായിരുന്നു ആ സഹായം ചെയ്യൽ. പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള കരാറൊക്കെ നേരത്തെ നമ്മൾ ഹുദൈബിയ സന്ധിയിൽ അവിടുത്തെ വ്യവസ്ഥ നമ്മൾ വായിച്ചു. അപ്പോൾ ആ കരാറിന് എതിരായി ഇവിടെ ഖുറൈശികൾ എന്ത് ചെയ്തു? ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു. അപ്പോൾ ഖുസാഅത്ത് ഗോത്രക്കാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടി. അതിനാൽ അവരെ സഹായിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി. അതനുസരിച്ച് 10,000 സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പുറപ്പെട്ടു. മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാനായി അബൂ സുഫിയാനും മറ്റു ചിലരും നിരീക്ഷകരായി പുറപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും മർറുൽ ലഹ്റാൻ എന്ന സ്ഥലത്ത് ഇറങ്ങി. ആ സ്ഥലപ്പേരൊക്കെ വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈളാ എന്ന കുതിരപ്പുറത്ത് കയറി. അവിടെ കറങ്ങുന്നതിന്റെ ഇടയിൽ അബൂ സുഫിയാൻ മക്കയിലേക്ക് തിരിച്ചു പോകുന്നതായി കാണുകയും അദ്ദേഹത്തെ പിന്നിൽ കയറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാക്കുകയും ചെയ്തു. അബൂ സുഫിയാൻ അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ശത്രുക്കളുടെ പ്രമുഖനായിരുന്നു അബൂ സുഫിയാൻ. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. മക്കയുടെ സമീപം ദീതുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ 2 വിഭാഗമാക്കി. ഒരു വിഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പ്രവേശിക്കുവാനും തന്നോട് എതിർക്കുന്നവരോട് മാത്രമേ പോരാടാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുടെ മാർഗമാണ് സ്വീകരിച്ചത്. തന്നോട് എതിർക്കുന്നവരോട് മാത്രമേ എതിർക്കാവൂ, അവരോട് മാത്രമേ പോരാടൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത നിർദ്ദേശം. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹുവും സൈന്യവും മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പ്രവേശിച്ചു. ബനൂ ബക്കർ, ഹുദൈൽ എന്നീ ഗോത്രക്കാർ അവരെ നേരിട്ട്. മുസ്ലിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു. ചിലർ കൊല്ലപ്പെട്ടു, മറ്റുള്ളവർ ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ മേൽഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. അവർക്ക് ആരുടെയും എതിർപ്പ് നേരിടേണ്ടി വന്നില്ല. സൈന്യം പ്രവേശിക്കുന്നതിന് മുമ്പ് മക്കയിലുള്ളവരോട് മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ വമൻ അഗ്ലക അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. ചുരുക്കത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. കാരണം ശത്രുക്കൾ, ഖുറൈശികൾ, മക്കയിലുള്ള ആളുകൾ പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും അങ്ങേയറ്റം ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഖുറൈശികൾ. പക്ഷേ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് മക്കയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഖുറൈശികൾക്ക് എന്ത് സംഭവിക്കും? മുഹമ്മദും ഈ സഹാബികളും നമ്മെ എന്ത് ചെയ്യും എന്ന ഒരു പേടി ആർക്കുണ്ടായിരുന്നു? ഖുറൈശികൾക്കുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം എന്താണ്? മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ വമൻ അഗ്ലക അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ. ആര് എവിടെ കയറി ഒളിച്ചാലും ആരും ഇന്ന് എല്ലാവരും നിർഭയരാണ്, ആരും പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം, നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. ഈ വിളി കേട്ട ശത്രുക്കൾ അവരവരുടെ വീടുകളിലും പള്ളിയിലും പ്രവേശിച്ചു. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ അടുത്ത് ചെന്ന് തവാഫ് നിർവഹിച്ചു. അവിടെയുണ്ടായിരുന്ന ബിംബങ്ങളെയെല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിച്ചു. കഅബയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്കും കഠിനമായി ദ്രോഹിച്ചവർക്കുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകി. അനന്തരം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശാലമായ ഈ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് എത്രയോ മക്ക ഖുറൈശികൾ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. കാരണം തിരിച്ചടിക്കാനുള്ള, അവരെ വകവരുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയപ്പോ ആ നബി തങ്ങളുടെ അതിവിശാലമായ ആ ഒരു കാരുണ്യം കണ്ടുകൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം. ഇനി ഉത്തരം പറയാം. ഹുദൈബിയ കരാറിന് എതിരായിരുന്നു ഏത്? നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു.
ഈ മക്ക വിജയത്തിന്റെ ആ ഒരു കാരണത്തിലേക്ക് അതിലേക്ക് വന്ന ഒരു സന്ദർഭം നമ്മളിവിടെ പറഞ്ഞു. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ഹുസാ ഗോത്രക്കാരും ഖുറൈശികളുടെ സഖ്യകക്ഷിയായ ബനൂ ബക്കർ ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു. ആ സഹായിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിന് എതിരായിരുന്നു. അപ്പൊ ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു എന്നുള്ളത് നേരത്തെ ഹുദൈബിയ സന്ധി അനുസരിച്ചുണ്ടായ വ്യവസ്ഥക്ക് എതിരായിരുന്നു. അടുത്തത് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ആരായിരുന്നു? ഖുസാ ഗോത്രക്കാരായിരുന്നു മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി. അടുത്തത് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു എവിടെ വെച്ച്? നമ്മളിവിടെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മർറുൽ ലഹ്റാൻ എന്ന സ്ഥലത്തിറങ്ങി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ബൈലാ എന്ന കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് തിരിച്ചു പോകുന്നതായി കണ്ടു. അങ്ങനെ അബൂ സുഫിയാനെ പിന്നിൽ കയറ്റി നബി തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അത് എവിടെ വെച്ചായിരുന്നു? മർറുൽ ലഹ്റാൻ. അപ്പൊ മർറുൽ ലഹ്റാൻ എന്ന സ്ഥലത്ത് വെച്ചാണ് അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. കഅബയുടെ സമീപം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അടുത്തേക്ക് വന്നത്. ഇനിയോ സൈന്യത്തെ രണ്ടായി ഭാഗിച്ചു. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? മക്കയിലേക്ക് 10,000-ഓളം സഹാബികളുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അങ്ങനെ ദീതുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ 2 വിഭാഗമാക്കി. ഒരു വിഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മറ്റേ വിഭാഗം അതിന്റെ നേതാവ് ആര് തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. പിന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടു ആര്? ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യവും മക്കയുടെ താഴ്ഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. ആ പ്രവേശിക്കുന്ന സമയത്ത്, വരുന്ന സമയത്ത് ബനൂ ബക്കർ അതുപോലെ ഹുദൈൽ എന്നീ ഗോത്രക്കാർ അവരെ നേരിട്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറിയ കുതിരയുടെ പേരെന്താണ്? ബൈളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈളാ എന്ന കുതിരപ്പുറത്താണ് അബൂ സുഫിയാൻ കയറിയത്. ഇനി അടുത്തത് അദ്ദർസു സാമിൻ, 8ാമത്തെ പാഠം, ഹുനൈൻ സമരം. ഇസ്ലാമിന്റെ ശത്രുക്കൾ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. മക്ക വിജയത്തോടെ ഇസ്ലാമിനുണ്ടായ ഉയർച്ചയിൽ അസൂയാലുക്കളായ ഹവാസിൻ, സഖീഫ് ഗോത്രക്കാർ മുസ്ലിങ്ങളെ നേരിടാൻ 30,000 വരുന്ന ഒരു സൈന്യത്തെ തയ്യാറ് ചെയ്തു. അന്ന് ത്വായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു. വിവരമറിഞ്ഞ് 12,000 വരുന്ന ഒരു സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പുറത്ത് 30,000 ഉണ്ട്. നബി തങ്ങളും സഹാബത്തും എത്രയാണ്? 12,000 വരുന്ന സഹാബികളുമായിട്ട് സൈന്യവുമായിട്ട് നബി തങ്ങൾ പുറപ്പെട്ടു. അവരിൽ 2,000 പേർ മക്ക വിജയത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിലെത്തിയപ്പോൾ ശത്രുക്കൾ അവർക്ക് നേരെ അമ്പെയ്ത്ത് നടത്തി. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലർ ഓടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശേഷിച്ച സഹാബാക്കളും പതറാതെ ഉറച്ചുനിന്നു. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ ഹലുമ്മു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു പറയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും അത് കേട്ട് ഓടിപ്പോയവരെല്ലാം തിരിച്ചെത്തി ശക്തിയായ പോരാട്ടം നടത്തി. ശത്രു സൈന്യം ഭയന്നോടി. അവരിൽ 70 പേര് കൊല്ലപ്പെട്ടു. നിരവധി പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. ധാരാളം ഗനീമത്തുകൾ അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് വീതിച്ചു കൊടുത്തു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ത്വായിഫ് വളഞ്ഞു. ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിന്റെ ഗേറ്റുകൾ അടച്ചുപൂട്ടി അതിൽ കഴിയുകയായിരുന്നു. മുസ്ലിങ്ങൾ 20 ദിവസത്തോളം അവരെ ഉപരോധിച്ചു. ഇരു വിഭാഗവും തമ്മിൽ അമ്പ് യുദ്ധം നടന്നു. മുസ്ലിങ്ങളിൽ നിന്ന് 12 പേർ ഷഹീദായി. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം അപേക്ഷിച്ചു: അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വിടണം. കാരണം ഈ തായിഫിലുള്ള ബനു സഖീഫ് ഗോത്രക്കാർ മുത്തുനബിയുടെ കുടുംബക്കാർ കൂടെയായിരുന്നു. ഈ അപേക്ഷ സ്വീകരിച്ച് പ്രതികാരത്തിന് മുതിരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജിഅറാനയിലേക്ക് തിരിച്ചു. അവരെല്ലാവരും മുസ്ലിങ്ങളായി വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അവരെല്ലാം മുസ്ലിങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിഅറാനത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു ഉംറ നിർവഹിച്ച ശേഷം മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതാണ് ഹുനൈൻ സമരത്തിന്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഇവിടെയും ഈ ഹിജ്റ വർഷവും മറ്റു കണക്കുകളൊക്കെ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ നേരിടാൻ പുറപ്പെട്ട ഗോത്രങ്ങൾ ഏതെല്ലാം ഗോത്രങ്ങളാണ് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞത്? ഹവാസിൻ, സഖീഫ്
എന്നീ ഗോത്രക്കാരാണ് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഹവാസിൻ, സഖീഫ്. മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്രതീക്ഷിതമായിട്ട് അവര് അമ്പെയ്ത്ത് നടത്തി, അല്ലെ? അവര് അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കൾ അമ്പെയ്ത്ത് നടത്തുകയാണ് ഉണ്ടായത്. സഹാബികളിൽ ചിലർ ഓടിപ്പോവാൻ കാരണം എന്താ? ഈ അപ്രതീക്ഷിതമായ അമ്പെയ്ത്ത് കാരണമായിട്ട്, ആ ആക്രമണം കാരണമായിട്ട് മുസ്ലിം സൈന്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? ചില ആളുകൾ ഓടിപ്പോയി. അന്ന് തായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു. ആരുടെ? സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു തായിഫും പരിസരവും. മുസ്ലിം സൈന്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 12,000 പേരായിരുന്നു മുസ്ലിം സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ശത്രു സൈന്യം എത്രയാണ്? 30,000 ആളുകളായിരുന്നു ശത്രു സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഹുനൈൻ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് അദ്ദർസു താസി, അനീതിക്കെതിരിൽ ഒരു വിജയം. അനീതിക്കെതിരിൽ ഒരു വിജയം. എഴുത്തുമായി ചെന്ന ദൂതനെ വധിക്കുക ചരിത്രത്തിലെ ക്രൂരമായ സംഭവമാണിത്. മുഅ്തത്ത് യുദ്ധത്തിന് ഇതായിരുന്നു കാരണം. ഷാമിൽപ്പെട്ട മുഅ്തത്തിൽ വെച്ചായിരുന്നു ഈ യുദ്ധം. അപ്പോൾ അനീതിക്കെതിരിൽ ഒരു വിജയം എന്ന് പറയുമ്പോൾ അത് ഏത് യുദ്ധമാണ്? മുഅ്തത്ത് യുദ്ധമാണ്. ബുസ്റ രാജാവിന് ഒരു എഴുത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഹാരിസ് ഇബ്നു ഉമൈരിനിൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെ ഒരു റോമൻ സൈനികൻ വധിച്ചു. അതോടെ മുസ്ലിങ്ങളും റോമൻ സൈന്യവും തമ്മിൽ യുദ്ധത്തിന് കളമൊരുങ്ങി. ഹിജ്റ 8-ാം വർഷത്തിലായിരുന്നു ഇത്. അപ്പോൾ എഴുത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുമായി ചെന്ന ഹാരിസ് ഇബ്നു ഉമൈരിനിൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെ ഒരു റോമൻ സൈനികൻ വധിച്ചു. ഇതായിരുന്നു മുഅ്തത്ത് യുദ്ധത്തിന് കാരണമായത്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 3000 പേരടങ്ങുന്ന സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്തത്തിലേക്ക് അയച്ചു. ഒരു വെള്ള പതാക നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹം ഷഹീദായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും നേതൃത്വം വഹിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വഫാത്താകും, അതുപോലെ ജഅഫർ ഇബ്നു അബീ താലിബ് ഈ യുദ്ധത്തിൽ ഷഹീദാകും. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഓരോരുത്തരും ഷഹീദായാൽ മറ്റുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ നേതൃത്വം വഹിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അദ്ദേഹവും ഷഹീദാകുന്ന പക്ഷം ഒരാളെ നിങ്ങൾ നേതാവായി തെരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും ആ യുദ്ധത്തിൽ ഷഹീദാകുമെന്ന് മനസ്സിലായി. 2,00,000 റോമൻ സൈന്യം. അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന് നിദാനമെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സഹാബികൾക്ക് ധൈര്യം പകർന്നു. യുദ്ധം ശക്തിയായി. ശത്രുക്കൾക്ക് വമ്പിച്ച നഷ്ടം സമ്മാനിച്ചു. 3 പടനായകന്മാരും ഷഹീദായി. ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് സുന്നത്ത് നോമ്പുകാരനായിരുന്നു. അനന്തരം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു. റോമൻ സൈന്യം പരാജയപ്പെട്ടു. സ്വഹാബികളിൽ നിന്ന് 12 പേർ ഷഹീദായി. ശത്രുക്കളിൽ നിന്ന് അനേകം പേർ കൊല്ലപ്പെട്ടു. ഇതാണ് മുഅ്തത്ത് യുദ്ധം. മുഅ്തത്ത് യുദ്ധത്തിന്റെ കാരണമെന്ത്? ഒന്നാമത്തെ ചോദ്യം, മുഅ്തത്ത് യുദ്ധത്തിന്റെ കാരണമെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബുസ്റ രാജാവിന് ഒരു എഴുത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച ഹാരിസ് ഇബ്നു ഉമൈരിനിൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെ റോമൻ സൈനികൻ വധിച്ചു. ഇതായിരുന്നു മുഅ്തത്ത് യുദ്ധത്തിന്റെ തുടക്കം, കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച 3 പടനായകന്മാർ ആരൊക്കെയാണ്? 1 സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, 2 ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, 3 അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവസാനം തെരഞ്ഞെടുക്കപ്പെട്ട പടനായകൻ ആരാണ്? അവസാനം തെരഞ്ഞെടുക്കപ്പെട്ട പടനായകൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. റോമൻ സൈനികൻ വധിച്ച സഹാബി ആരായിരുന്നു? ആ എഴുത്തുമായി പോയ ഹാരിസ് ഇബ്നു ഉമൈരിനിൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു റോമൻ സൈനികൻ വധിച്ചത്. അടുത്തത് മുഅ്തത്തിലെ സൈന്യങ്ങൾ. മുസ്ലിം സൈന്യം എത്രയായിരുന്നു? 3000-ഓളം ആളുകളായിരുന്നു. റോമൻ സൈന്യം 2,00,000 നോമ്പുകാരനായി ഷഹീദായി ആരാണ് അന്ന് സുന്നത്ത് നോമ്പുണ്ടായിരുന്നത്? ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു അന്ന് നോമ്പുണ്ടായിരുന്നത്. അങ്ങനെ നോമ്പുകാരനായി ഷഹീദായവരാണ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് അദ്ദർസുൽ ആഷിർ, ഒരു സമാധാന സന്ധി. ഒരിക്കൽ പരാജയപ്പെട്ടവർ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരും. മുഅ്തത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിങ്ങൾക്ക് എതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. ഈ വിവരമറിഞ്ഞപ്പോൾ പ്രതിരോധത്തിന് തയ്യാറാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് നിർദ്ദേശം നൽകി. കഠിന ചൂടും വരൾച്ചയുമുള്ള ഘട്ടത്തിലായിരുന്നു ഇത്. എന്നാലും കഴിയും വിധം സഹാബികൾ യുദ്ധത്തിനൊരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമായി തബൂക്കിലേക്ക് പുറപ്പെട്ടു.
മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് തബൂക്ക്. ഹിജ്റിലൂടെയായിരുന്നു യാത്ര. സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശമാണത്. ഏത്? ഹിജ്ർ. മുഖം മറച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രദേശത്തുകൂടെ സഞ്ചരിച്ചത്. കാരണം എന്താ? അള്ളാഹുവിന്റെ അദാബ്, ശിക്ഷ ഇറങ്ങിയ സ്ഥലമായതുകൊണ്ടാണ്. തബൂക്കിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി ശക്തിയായ കാറ്റടിക്കും, അപ്പോൾ ആരും എഴുന്നേൽക്കരുത്. കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റ് അയാൾ പറന്നുപോയി അകലെയുള്ള തയ്യ് പർവ്വതത്തിൽ ചെന്ന് വീണു. തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു. ഹിജ്റ 9-ാം വർഷമായിരുന്നു ഇത്. അതാണ് സമാധാന സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമൂദുകളെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം അതേതാണ്? ഹിജ്ർ. ഹിജ്ർ എന്ന പ്രദേശത്ത് വെച്ചാണ് സമൂദുകളെ അള്ളാഹു താല ശിക്ഷിച്ചത്. തബൂക്കിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ഇന്ന് രാത്രി ശക്തമായ ഒരു കാറ്റടിക്കും, ആരും പുറത്തിറങ്ങരുത്, എഴുന്നേൽക്കരുത്. തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല. കാരണം എന്തായിരുന്നു? തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. ഇനി അടുത്തത് അദ്റസുൽ ഹാദി അശർ, ഹജ്ജത്തുൽ വിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. വിടവാങ്ങൽ ഹജ്ജ്, അതാണ് വിദാഇന്റെ അർത്ഥം, വിടവാങ്ങൽ. ഹിജ്റ 10-ാം വർഷമായിരുന്നു ഇത്. ദുൽഖഅദ മാസം 25-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. ദുൽ ഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്തു. നബിയോടൊപ്പം 1,00,000-ത്തിലധികം സഹാബികൾ ഉണ്ടായിരുന്നു. ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ഖുത്ബത്തുൽ വിദാ എന്ന പ്രധാന ഖുത്ബ അറഫ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. ഇന്നും അറഫ ദിവസം അതിനനുസ്മരിച്ചുകൊണ്ട് അവിടെ ഖുത്ബ നടക്കാറുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുത്ബത്തുൽ വിദായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഇസ്ലാമിന്റെ സമ്പൂർണത വിളംബരം ചെയ്യുന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഖുർആൻ വാക്യം ഇറങ്ങിയതും ഈ സന്ദർഭത്തിലായിരുന്നു. ഇവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനകളായിരുന്നു. ഹജ്ജത്തുൽ വിദാഇന് ശേഷം 3 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച ശേഷം അവിടുന്ന് മദീനയിലേക്ക് മടങ്ങി. അപ്പോൾ ഹജ്ജത്തുൽ വിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജാണ്. ആ അവസാനത്തെ ഹജ്ജിന്റെ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ അങ്ങേക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്നുള്ള ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. ഇത് കേട്ട് പല സഹാബികളും കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകളായിരുന്നു ഇതിലൂടെയെല്ലാം അവർക്ക് ലഭിച്ചത്. അതിനുശേഷം 3 മാസം മാത്രമാണ് മുത്തുനബി ഈ ലോകത്ത് ജീവിച്ചത്. ഉത്തരം പറയാം, ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഏതിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. എന്തെല്ലാം അടങ്ങിയതായിരുന്നു ഖുത്ബത്തുൽ വിദാ? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുത്ബത്തുൽ വിദാ. ഖുത്ബത്തുൽ വിദാ നിർവഹിച്ചത് എന്നായിരുന്നു? അറഫ ദിവസമായിരുന്നു ഖുത്ബത്തുൽ വിദാ നിർവഹിച്ചത്. ഇസ്ലാമിന്റെ സമ്പൂർണത വ്യക്തമാക്കുന്ന ആയത്തേതാണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ളതാണ് ആ ആയത്ത്. ഹജ്ജത്തുൽ വിദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാലം ജീവിച്ചു? 3 മാസക്കാലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ഇനി അടുത്തത് 12ാമത്തെ പാഠം, പുണ്യ നബിയുടെ വഫാത്ത്. ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു. പള്ളിയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. രോഗാവസ്ഥയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നു മിമ്പറിൽ കയറി പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കൽ ഉള്ളതോ തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. അടിമ അള്ളാഹുവെങ്കിൽ ഉള്ളത് തെരഞ്ഞെടുത്തു, എന്ന് വെച്ചാൽ മരണത്തെ തെരഞ്ഞെടുത്തു. രോഗം ബാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. എല്ലാ ഭാര്യമാരുടെയും അനുവാദ പ്രകാരം അലി ഇബ്നു അബി താലിബ്, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ സഹായത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. വഫാത്ത് ദിവസം സുബഹ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു.
അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തിൽ നിസ്കാരം നടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിൽ തുടർന്നു. നിസ്കാര ശേഷം അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഞാനൊന്നും ഹലാലാക്കിയിട്ടില്ല, അവൻ ഹറാമാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹറാമാക്കിയിട്ടുമില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഹറാമും ഹലാലും അങ്ങനെ വിധികളുണ്ടല്ലോ, അതൊക്കെ അള്ളാഹു താല ഹലാലാക്കിയതും അള്ളാഹു താല ഹറാമാക്കിയതുമാണ്. ഞാൻ എന്റെ വക സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മുത്തുനബി അവിടുന്ന് പ്രഖ്യാപിച്ചു. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച പൂർവാന്ന സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സഹാബികളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാന്ത്വനപ്പെടുത്തി. പല സഹാബികളുടെയും സമനില തെറ്റിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർ അവരൊക്കെ വല്ലാത്ത ടെൻഷനിലായിരുന്നു. അപ്പോൾ അവരൊക്കെ സാന്ത്വനപ്പെടുത്തിയത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഖുർആൻ വചനം അവരെ കേൾപ്പിച്ചു. ഈ സമനില തെറ്റിയ സഹാബികളെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആയത്ത് വെച്ചുകൊണ്ടായിരുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമാണ്, നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ളവരാണ് എന്നുള്ള ആശയം മറ്റുള്ള സഹാബികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അദ്ദേഹം അവരോട് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ്. അതോടെ ജനങ്ങൾ ശാന്തരായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ഷരീഫയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ഒരു സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു എപ്പോൾ? ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചത് എപ്പോഴാണ്? ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചത്. അടുത്തത്, രോഗാവസ്ഥയിൽ പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്. രോഗാവസ്ഥയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറി പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കലുള്ളതോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. അടിമ അള്ളാഹുവിങ്കിലുള്ളത് തിരഞ്ഞെടുത്തു. അടുത്തത്, ആരുടെ സഹായത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ അടുത്തെത്തിയത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹായത്തോടെയാണ്. വഫാത്ത് ദിവസം നിസ്കാര ശേഷം അവിടുന്ന് പറഞ്ഞു അല്ലാഹു തആല ഹലാലാക്കിയതല്ലാതെ ഞാനൊന്നും ഹലാലാക്കിയിട്ടില്ല, അവൻ ഹറാമാക്കിയതല്ലാതെ ഞാനൊന്നും ഹറാമാക്കിയിട്ടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പരിഭ്രമിച്ചിരുന്ന ജനങ്ങളെ സമാധാനപ്പെടുത്തിയത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത് എവിടെയാണ്? ആയിഷ ബീവിയുടെ വീടായ ഹുജറത്തു ഷരീഫ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. ഇനി ഇവിടെ പൂരിപ്പിക്കാനൊക്കെ ഉണ്ട്, മൻ കാന യഅ്ബുദു ഡാഷ്. ആ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണത്. അത് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് അദ്ദർസു സാലിസ് അശറ അൽ അഇമ്മത്തു സിത്ത, 6 ഇമാമിങ്ങൾ, കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ ക്രോഡീകരിച്ച 4 ഇമാമുകളെ കുറിച്ചും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമുകൾ, അങ്ങനെ 4 ഇമാമുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മദ്ഹബുകളുടെ ഇമാമുകൾ. സമ്പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് 4 മദ്ഹബുകളാണ്. ഏതൊക്കെയാണത്? 1 ഹനഫി മദ്ഹബ്. ആരാണ് അതിന്റെ സ്ഥാപകൻ? ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി റഹിമഹുല്ലാ എന്നിവരാണ് മദ്ഹബിന്റെ ഇമാം. ജനനം ഹിജ്റ 80-ൽ, വഫാത്ത് ഹിജ്റ 150-ൽ, വയസ്സ് 70. ഇത് കൃത്യമായി വിദ്യാർത്ഥികൾ ഓർത്തു വെക്കണം. രണ്ടാമത്തത് മാലിക്കി മദ്ഹബ്. ഇമാം മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി അൽ മദനി റഹിമഹുല്ലാ, അവരാണ് മദ്ഹബിന്റെ ഇമാം. ജനനം ഹിജ്റ 95-ൽ, വഫാത്ത് 179-ൽ, വയസ്സ് 84.
ഇനി മൂന്നാമത്തത് നമ്മുടെയൊക്കെ ഇമാമാണ് ഷാഫിഈ മദ്ഹബ്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫിഈൻ റഹിമഹുല്ലാ അവരാണ് മദ്ഹബിന്റെ ഇമാം. ജനനം ഹിജ്റ 150, വഫാത്ത് 204, വയസ്സ് 54. നാലാമത്തത് ഹംബലി മദ്ഹബ്. ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റഹിമഹുല്ലാ അവരാണ് മദ്ഹബിന്റെ ഇമാം. ജനനം ഹിജ്റ 164, വഫാത്ത് 241, വയസ്സ് 77. ഈ 4 ഇമാമിയങ്ങളാണ് വിശ്വാസപരമായി കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ച 4 ഇമാമുകൾ, 4 മദ്ഹബുകൾ. ഇനി അടുത്തത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കപ്പെട്ട തരീഖത്തുകൾ 2 അത് ഏതൊക്കെയാണ്? ഒന്ന്, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലാ എന്നവരുടെ അശ്അരി തരീഖത്ത്. ഇമാമിന്റെ ജനനം ഹിജ്റ 260, വഫാത്ത് 324, വയസ്സ് 64 വയസ്സ്. അടുത്തത് ഇമാം അബു മൻസൂരിൻ മുഹമ്മദുൽ മാതുരീദി റഹിമഹുല്ലാ എന്നവരുടെ മാതുരീദി തരീഖത്ത്. അവരുടെ വഫാത്ത് ഹിജ്റ 333. കർമ്മപരമായി 4-ൽ ഒരു മദ്ഹബിനെയും വിശ്വാസപരമായി ഈ 2-ൽ ഒന്നിനെയും സ്വീകരിക്കൽ നിർബന്ധമാണ്. അപ്പൊ 4-ൽ ഒരു മദ്ഹബ്, കർമ്മശാസ്ത്രപരമായി വിശ്വാസപരമായി ഈ 2-ൽ ഒരു മദ്ഹബ്, ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കൽ അത് ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ്. ഇനി ഇവിടെ പൂരിപ്പിക്കാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം, വഫാത്ത്, വയസ്സ്, ഓരോ 4 മദ്ഹബിന്റെയും ഇമാമിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ആ പട്ടികയിൽ പൂരിപ്പിക്കാനുള്ളത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് അറിഞ്ഞിരിക്കണം. അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അഖീദയിലെ 2 ഇമാമുകൾ, അവരുടെ പേര് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു. സമ്പൂർണമായ മദ്ഹബുകൾ ഏതൊക്കെയാണ്? ആ 4 മദ്ഹബുകൾ: ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇതാണ് താരീഖിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ. വിദ്യാർത്ഥികളൊക്കെ വീണ്ടും വീണ്ടും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.